അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞങ്ങൾ 4 പേര് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരേ സമയത്ത് ക്യാമ്പസിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വിവിധ തലങ്ങളിൽ എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഇപ്പോൾ നമ്മൾ ആ കടന്നു വന്ന വഴികളും അതിലൂടെ കടന്നുപോയ പ്രതിസന്ധികളും ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നൊരു തലവും ഇനി ഒരു ഭാവി തലമുറക്കുള്ള ചില ഉപദേശങ്ങളാണ് ഈ ഒരു ചെറിയൊരു പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ, ഓർത്തോപെഡിക്സ് ആണ്, റോബോട്ടിക് സർജറി അടക്കമുള്ള സർജറികൾ ചെയ്യുന്നുണ്ട്. അൽമാസ് ഹോസ്പിറ്റൽ കോട്ടക്കലിലാണ് വർക്ക് ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടർ ഇക്ബാൽ, ഒഫ്താൽമോളജിസ്റ്റ് ആണ്, പെരിന്തൽമണ്ണയിലാണ് വർക്ക് ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. ഡോക്ടർ ഷഹദാദ്, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്തത്, PMR ഡിപ്പാർട്ട്മെൻറ്റ്. ഡോക്ടർ മുഹമ്മദ് റഫീഖ്, ഞാനൊരു 94 അഡ്മിഷൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്. അവിടെ UGയും PGയും. ആ സമയത്ത് ഞാൻ വരുന്ന സമയത്ത് ഇക്ബാൽ എൻ്റെ 2 വർഷം സീനിയറായിട്ടും ഷഹദാദ് എനിക്ക് ശേഷം 1 വർഷവും മുഹമ്മൂട്ടി അതിന് ശേഷം 1 വർഷം, അപ്പോൾ 2 വർഷം ജൂനിയർ. ഞങ്ങൾ ബേസിക്കലി 36 to 40 എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുണ്ടായിരുന്ന, നേരത്തെ മമ്മു പറഞ്ഞ പോലെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സുവർണ കാലഘട്ടം എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന, അല്ലേ, അങ്ങനെ അത് സത്യമായിക്കൊള്ളുന്നില്ല. ഒരു സമയത്ത് അവിടെ പഠിക്കാൻ വലിയൊരു നിയമത്ത് അല്ലാഹു തന്ന ഒരു ഇതാണ്. ഞാൻ വരുന്ന സമയത്ത് ഒരു ദിവസം ഒരു വാതിലിൽ ഹോസ്റ്റലിലൊരു കോമൺ ഹാളിലാണ് ഞങ്ങൾ ഒരു 10-25 പേരുള്ള കോമൺ ഹാളിലാണ് അന്ന് ജീവിതം, 1.5 വർഷത്തോളം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ. അപ്പോൾ അവിടെ സീനിയേഴ്സൊക്കെ വരുമ്പോൾ നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു പേടിക്കുള്ള സമയമാണ്. അങ്ങനെ വലിയ റാഗിങ്ങൊന്നുമില്ല, എന്നാലും ആ സമയത്ത് ഒരു പ്രാവശ്യം പോലും കാണാത്തൊരു സീനിയർ വന്നു, കൂട്ടിക്കൊണ്ടുപോയി. അന്നാണ് ഞാൻ ശരിക്കും MSM, ഞാനൊരു മുജാഹിദ് കുടുംബത്തിൽ ജനിച്ച് വളർന്നൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു MSM ആക്ടിവിറ്റീസോ കാര്യങ്ങളിലോ ഒന്നും, വാപ്പയൊക്കെ വളരെ പള്ളിയായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ നമസ്കാരം നോമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാമെന്നുള്ളതിനപ്പുറം ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് തോന്നുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമ്മളാ ഗ്രൗണ്ടിൽ അന്ന് സ്റ്റേഡിയം ഒന്നും ആക്കിയിട്ടില്ല, അന്ന് വിശാലമായി കിടക്കുന്ന ഗ്രൗണ്ടാണ്. അവിടെ സുൽഫിയും അന്ന് അസീസുണ്ട്, അസീസ്, നമ്മൾ 35th അസീസ്. അപ്പോൾ അവർ 2 പേരും അന്ന് ആകെ 2 പേരാണ് MSM എന്ന് പറഞ്ഞാൽ, അവർ 2 പേരാണ്. ഇക്ബാൽ എന്നാണ് അതിൻ്റെ ഒരു ക്രോണോളജി എനിക്ക് അറിയില്ല, ഇക്ബാൽ പറയുമായിരിക്കും. പക്ഷേ ഞാൻ അന്ന് പോയ സമയത്ത് 2 പേരുണ്ടായിരുന്നു. അന്നാണ് MSM എന്നുള്ള ഒരു സംഗതിയൊക്കെ അങ്ങനെ കേൾക്കുകയും ഒക്കെ വരുന്നത്. ആ ഒരു കോണ്ടാക്റ്റിൽ നിന്നാണ് ഞാൻ ഒരു ദവാ ഫീൽഡിലേക്ക് ഒരു എക്സ്പോഷർ കിട്ടി. കോഴിക്കോട് സിറ്റി ആയതുകൊണ്ട് നമ്മുടെ സംഘടനാ സ്ഥാനങ്ങളും എല്ലാ സംഘടനകളുടെയും അവിടെ ആസ്ഥാനം നടക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് നമുക്ക് റീച്ച് വളരെ എളുപ്പമാണല്ലോ. പിന്നീടാണ് എൻ്റെ ഒരു ഓർമ്മയിൽ അത് നമ്മളങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നൊരു സമയത്തിൽ നിന്നും MSM ആയി വന്നതും അതിനൊരു നല്ലൊരു ഓർഗനൈസേഷണൽ ഇത് വരുന്നതും, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ, കുറേ ആക്ടിവിറ്റീസ് അതിൽ വരികയും ഒരുപാട് ആളുകൾ അതിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യാനുള്ള ഒരു കാരണം, നമ്മളിപ്പോൾ ആളുകളെ മുഖസ്തുതിയൊന്നും പറയാൻ പാടില്ല, എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ MSMൻ്റെ ഒരു കൃത്യമായ ഓർഗനൈസേഷൻ സെറ്റപ്പിൽ വരുന്നതും അതിൽ ഇക്ബാൽ ഇടപെടുന്നതോടുകൂടിയാണ്. ഇക്ബാൽ എങ്ങനെയാണ് അതിൽ ഇടപെട്ടതെന്നും എനിക്കറിയില്ല, പക്ഷേ കുറച്ചു കാലം MSM ഇക്ബാലായിരുന്നു കൊണ്ടുനടന്നിരുന്നത്. അന്നാണ് ഒരു പ്രൊഫഷണലിസത്തോടുകൂടി എങ്ങനെ ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എന്തൊക്കെ ഡയമെൻഷനിൽ കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റും, ഒരിക്കലും വിചാരിക്കാത്ത എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് നമുക്കെല്ലാവർക്കും വരുന്നത്. അതിൽ നിന്ന് പലതും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പല സംഗതികളുണ്ടായി വന്നിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് തിരിച്ച് ആലോചിക്കുകയും മുന്നോട്ട് ആലോചിക്കുകയും ഇപ്പോഴും ഞാനൊരു വ്യക്തിനെ എടുത്ത് പറയുന്ന അയാളെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല, പക്ഷേ ആസ് എ പ്രൊഫഷണൽ നമ്മൾ ജീവിക്കുമ്പോഴും പഠിക്കുമ്പോഴും പിന്നീട് നമ്മൾ കരിയർ തുടങ്ങുമ്പോഴും ആ കരിയറിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോഴും ഒരേ സമയം ഇസ്ലാമികമായ മൂല്യങ്ങളെ കീപ്പ് ചെയ്തുകൊണ്ട് ഇസ്ലാമികമായ പഠനങ്ങളെ നെഞ്ഞോട് ചേർത്തുകൊണ്ട് തന്നെ വളരെ പ്രൊഫഷണലായി എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഐഡിയലായിട്ട് ഞാൻ കാണുന്നത് ഇക്ബാലിനാണ്. അതുകൊണ്ട് ഇക്ബാലിൻ്റെ യാത്ര ചുരുങ്ങി പറയാൻ പറ്റുമെങ്കിൽ അത് ഒരുപാട് സന്ദേശങ്ങൾ നൽകുമെന്ന് വിചാരിക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി. അമ്മാ ബഅദ്.
ഞാൻ പിന്നെ ഫസ്റ്റ് ബ്ലോക്കിൽ കോമൺ ഹാളിൽ ആണ് ഫസ്റ്റ് പിന്നെ അഡ്മിഷൻ വന്നത്. അപ്പോൾ ആ സമയത്ത് എന്നെ ഇതേപോലെ കുറച്ച് പേര് റാഗ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ അതിൽ റാഗ് ചെയ്യാൻ വേണ്ടി വന്ന ഒരാൾ പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മളെ സുൽഫിക്കനോട് പറയുന്നു എനക്ക് പറ്റിയ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുക RSSൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയിലൂടെയാണ് ശരിക്കും ആ ലിങ്ക് അവിടെ വരുന്നത്. അപ്പം അങ്ങനെ സുൽഫി എന്നെ വന്ന് കാണുകയും പിന്നെ ആ ഗൈഡൻസ് തരികയും. അപ്പം ഞാനിപ്പോൾ എന്താ പറയുക സുൽഫി എന്ന് പറയുമ്പോഴേ ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളിലൂടെ ഗൈഡൻസ് തരുന്നുണ്ടാകുമ്പോൾ ആ കൂലികളൊക്കെ തീർച്ചയായിട്ടും പിന്നെ ഇതിൽ നിമിത്തമായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അർഹരാണല്ലോ. അപ്പോൾ ഞാനെപ്പോഴും പ്രാർത്ഥിക്കലുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് പിന്നെ അന്ന് നിങ്ങൾ പറഞ്ഞ് ട്രാഫിക് ഡോക്ടർ പറഞ്ഞ പോലെ ആ ഗ്രൗണ്ടിലുള്ള ഒരു ചർച്ച, എനിക്ക് തോന്നുന്നു അന്ന് പിന്നെ നമ്മുടെ അർഷദും കൂടി ഉണ്ടായിരുന്നു. അർഷദ് അരീക്കോട് പിന്നെ അവിടെ വന്നിട്ട് പിന്നെയാണ് ഷഹദ ഡോക്ടർ പിന്നെയാണ് വരുന്നത്. വന്നാണ് യഥാർത്ഥത്തിൽ ഈ CREയും പ്രോഫ് കോണൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ CRE എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ അവരായത്തുണ്ടല്ലോ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു. അപ്പം അന്ന് CRന്റെ രൂപം എന്തായിരുന്നെങ്കിൽ ഈ ഖുർആൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കും. ഖുർആൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഈ പിന്നെ വർക്കേഴ്സൊക്കെ കട്ട് ചെയ്യുന്ന ഒരു ബ്ലേഡ് ഉണ്ട്, അതിൻ്റെ പേരിട്ടല്ല, ആ ബ്ലേഡോട് കട്ട് ചെയ്തിട്ട് അത് ഒരു പേപ്പറിൽ ഒട്ടിക്കും. എന്നിട്ട് അതിൻ്റെ അടിയിലാണ് ഈ ടൈപ്പ് ചെയ്യണം. അതിന് അറബി ടൈപ്പിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പം അന്ന് എന്നിട്ട് നമ്മളും അന്നുണ്ടായിരുന്ന ഒരു ഷർഫ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കവറിലൊക്കെ ആക്കി ഓരോ ആൾക്കാർക്ക് ഇത് മെഡിക്കൽ കോളേജിലേക്ക്, അത് RVCയിലേക്ക്, ഇത് ഹോമിയോ കോളേജിലേക്ക്, ഇത് അങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് അന്ന് പിന്നെ ഓരോ സ്ഥലത്ത് ഒരു കവറെത്തി. ആ CRന്റെ തുടക്കമാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുപോലെ പ്രോഫ്കോണിൻ്റെ തുടക്കം പിന്നെ ഇത് ഏകദേശം ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അന്നത്തെ ആ കാലഘട്ടത്തിലുണ്ടായ ചില മാറ്റങ്ങളിൽ പിന്നെ അവിടെ നമുക്ക് പിന്നെ എന്താ പറയുക ഒരു കോമൺ റൂം പ്രെയർ റൂമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഒരു എന്തായാലും നമ്മളുടെ മുസ്ലിങ്ങൾക്ക് പൊതുവെ പിന്നെ ഈ വെള്ളിയാഴ്ച നമുക്ക് കിട്ടുന്ന പോലെ അന്ന് നമുക്കൊരു പ്രെയർ റൂം നമ്മളുടെ ഒരു ഒരുമയ്ക്കുള്ള ഒരു നിമിത്തമായിരുന്നു. അതുപോലെ നമ്മുടെ അന്നുണ്ടായിരുന്ന MICC അവിടുത്തെ എല്ലാ മുസ്ലിങ്ങളുടെയും ഒരു സംഘടന ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു നിമിത്തമായിരുന്നു, നമ്മളെ റമദാൻ മാസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എപ്പോഴും ഗൈഡൻസ് തരുന്നത് നമ്മളുടെ സീനിയേഴ്സ് ആണ് ഒന്നെന്നുള്ളതാണ്. ഇതൊന്നിപ്പം ഒരു അനലൈസിസ് നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളെ കെയർ ടേക്കേഴ്സായിട്ട് പിന്നെ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളുടെ സംഘടനാ രീതിയിലുള്ള ചുറ്റുപാടുള്ള അപ്പോൾ ഈ മെസ്സേജാണ് ഇപ്പോൾ ഞാൻ ഇതിന് തരാൻ പോണത്. നമ്മളൊരാളെ ഗൈഡ് ചെയ്താൽ അയാൾ നൂറുകണക്കിന് ആളുകളെ ഗൈഡ് ചെയ്യുന്നു. ഇതൊരു സ്പ്രെഡായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ക്യാമ്പസുകളിലുള്ള എൻ്റെ സ്വന്തം അനുജന്മാരോടും അല്ലെങ്കിൽ ഇപ്പോൾ മക്കളുടെ പ്രായി അപ്പോൾ അവരോട് പറയാനുള്ള ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയുന്നത്, മക്കളെ നിങ്ങൾ ഒരാളെ ഗൈഡ് ചെയ്താൽ മതി, ഒരു പക്ഷേ അതൊരു വലിയ സ്പാർക്കിൻ്റെ ഒരു തുടക്കമായിരിക്കും. ഇന്നിപ്പോൾ ഈ പ്രൊഫൈസ് എത്തിയത് പ്രോഫ്കോണിന് മുമ്പിൽ നിന്നാണ്. പ്രോഫ്കോൺ എത്തിയത് ഇതുപോലെയുള്ള ക്യാമ്പസുകളിൽ, അന്ന് ക്യാമ്പസുകൾ പ്രധാനമായിട്ട് നമുക്ക് ചെറിയ ക്യാമ്പസുകൾ ഉണ്ടായിരുന്നുള്ളൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയായിരുന്നു അന്ന് പ്രോഫ്കോൺ തന്നെ പ്രധാന സംഗതി. പിന്നെ അന്ന് പാലക്കാട് NS കോളേജ് ഉണ്ടായിരുന്നു, കോഴിക്കോട് മെഡിക്കൽ ഉണ്ടായിരുന്നു, തൃശ്ശൂർ ഈ മൂന്നെണ്ണത്തിൻ്റെ തന്നെയുള്ളൂ പ്രോഫ്കോൺ തന്നെതാണ്. അപ്പോൾ ഇതിലുള്ള ആളുകളാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ തുടക്കക്കാരാവുക അല്ലെങ്കിൽ ഒരു പുതിയ നോവൽ സംഗതികൾ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ആഹാരം വരെയുള്ള ഒരു സ്വതക്കത്തിന് ജാരിയായി മാറുന്ന സംഗതിയാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള തുടക്കക്കാരാൻ ഇത് ശ്രമിക്കുന്ന എല്ലാവർക്കും സാധിക്കുമെങ്കിൽ അതൊരു വലിയ എന്താ പറയുക ഒരു മരത്തിനൊരു വിത്ത് നമ്മളിട്ട് ആ മരം വലുതായി വരുന്ന സംഗതി ആയിരിക്കുമെന്നാണ് ഇതിലെനിക്ക് മെസ്സേജ് തരാനുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. എനിക്ക് ഇക്ബാലിൻ്റെ ബാച്ചിൽ വേറെ ആളെ ഓർമ്മ വരുന്നത്, ഒരു വശത്ത് നമ്മൾ സുൽഫിനെ പറയുമ്പോൾ സുൽഫി ഒരു ലീഡർ ഫിഗറാണല്ലോ, ഇപ്പോഴും അതെ അന്നും അതെ. പ്രാവശ്യം നമ്മളിങ്ങനെ പ്രെയർ റൂമിലിങ്ങനെ നിസ്കാരത്തിന് ശേഷം നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ച് കുറച്ചിങ്ങനെ ഇരിക്കാറുള്ള സമയത്ത് ഇക്ബാലിൻ്റെ ബാച്ചിൽ ജൗഹറുണ്ട്. എൻ്റെ ഓർമ്മയിൽ ജൗഹർ MSMൻ്റെ മീറ്റിങ്ങിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് വന്ന അന്നാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ സമയത്ത് ജൗഹർ പറഞ്ഞ് നമ്മൾ ഇപ്പം എന്താ വെച്ചാൽ നമുക്കിതൊന്നും പറയാനൊക്കെ അറിയില്ലല്ലോ,
നമുക്ക് ദാവത്തൊക്കെയാണ് ഡിസ്കഷൻ. അപ്പോൾ അന്ന് ദാവത്ത് നിച്ചിൻ്റെ ക്യാമ്പിനൊക്കെ പോയി ഇങ്ങനെ ഫസ്റ്റ് ക്യാമ്പിനൊക്കെ കണ്ട ആവശ്യം കൊണ്ട് അക്ബർ ഖാനൊക്കെ പരിചയപ്പെട്ട സമയമാണ്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞപ്പോൾ ജൗഹർ പറഞ്ഞ് പിന്നെ നമുക്കിതൊന്നും പറയാനൊന്നും അറിയില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇതിന് നമ്മൾ പറഞ്ഞ അബദ്ധമാവരുതല്ലോ, നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല, അപ്പോൾ നമുക്കൊരു ബേസിക് കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നും പഠിക്കണ്ടേ, വെറുതെ ഇങ്ങനെ പോയിട്ട് ഒരാളോട് പറയാൻ പറ്റുമോ? ആ ഒരു ചർച്ചയിൽ നിന്നാണ് ശരിക്കും നമ്മുടെ ദേവ ട്രെയിനിങ് ക്യാമ്പ് എന്നുള്ള ആശയം വരുന്നത്. അങ്ങനെ ആ ദേവ ട്രെയിനിങ് ക്യാമ്പ് ആദ്യമായിട്ട് നമ്മൾ മർക്കസ് ദവയിലെ ആ ഹാളിൽ, അവിടെയാണ് ആദ്യമായിട്ട് പ്രൊഫ്കോൺ നടന്നത്. ഫസ്റ്റ് പ്രൊഫ്കോൺ നടന്ന ഹാൾ അതാണ്, ഓർമ്മയുണ്ട്. അന്ന് നമ്മളൊരു 10-80 ആൾക്കാരേ ഉള്ളൂ പ്രൊഫ്കോൺ. അന്ന് ഹുസൈൻ മടവൂരും പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. സ്നേഹത്തിൻ്റെ ഒരു അങ്ങനെയല്ല, എൻ്റെ എപ്പോഴും ഞാനിരിക്കുന്ന പൊസിഷനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഏകദേശം നടുവിലായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. എനിക്കിപ്പോഴും ഇപ്പോൾ ഓർമ്മ ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ദേവ ട്രെയിനിങ് ക്യാമ്പ്. അപ്പോൾ ആ ദേവ ട്രെയിനിങ് ക്യാമ്പിൽ അക്ബർ ഖാ അങ്ങനെയുള്ള, അതേപോലെ പിന്നെ ഈ സുൽഫി അർഷദ് ഖാ, ഹാരിസ് ഖാ പിന്നെ ഒക്കെ ഉണ്ട്. പിന്നെ അന്നത്തെ MSMൻ്റെ ആൾക്കാരും ഈ ദേവ രംഗത്തുള്ള ആൾക്കാരും ബഷീർ ഖാ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അപ്പോൾ നമ്മൾ പിന്നെ അന്ന് ഈ പറഞ്ഞ പോലെ RECയിൽ കുറച്ച് ആൾക്കാർ, ഹോമിയോ കോളിൽ 1-2 ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഫവാസ് അവിടെ ഇരിക്കണ്ട, ഫവാസിനെ കിട്ടുന്നില്ല. പിന്നെ ഫവാസ് അങ്ങനെയാണ് ഒരു നമ്മളായിട്ട് ലിങ്ക് വരുന്നതാണ്. ആദ്യത്തെ ദേവ ട്രെയിനിങ് ക്യാമ്പ് എന്നാണ് ഞാൻ ഫവാസിനെ ആദ്യമായിട്ട് പിന്നെ പരിചയപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് പിന്നെ അവിടുന്ന് പിന്നെ നമ്മൾ 3-4 ദേവ ട്രെയിനിങ് ക്യാമ്പുകൾ നടത്തി. അവിടുന്ന് അൽഹംദുലില്ലാ നമുക്ക് നമ്മുടെ ക്യാമ്പസിൽ ഒരു പക്ഷേ ഒരു മേജർ ദേവ ആക്ടിവിറ്റി എന്ന രീതിയിൽ ഒരു ജ്യോതിർഗമയ വരെ എത്തുന്ന ഇതിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു കാരണം ഞാൻ തിരിച്ചു വരാം ജൗഹറിലേക്കാണ്. അതായത് ഒരിക്കൽ പോലും ഒരു പക്ഷേ മീറ്റിങ്ങിന് വരാത്ത, ഒരു നിലക്ക് നമ്മൾ ലീഡർഷിപ്പിൽ കാണാത്ത, ഒന്നുമല്ലാതിരുന്ന ഒരു നല്ല മനസ്സുള്ള ഒരു വ്യക്തി പറഞ്ഞ ഒരു അഭിപ്രായമാണ് ഒരു പക്ഷേ ഈ പറഞ്ഞ അതിൻ്റെ ആസാറുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ചെറിയ അവസരം, അത് ചെറുതാവാം, അത് നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണമെങ്കിൽ അള്ളാഹു അതോ എങ്ങനെയാണ് ആ വിത്തിനെ പിന്നെ വളരെ വലുതാക്കി വൃക്ഷമാക്കാമെന്നോ, ആ വൃക്ഷത്തിൽ നിന്നുള്ള ഫലങ്ങൾ പിന്നീട് ലോകത്തിൻ്റെ എവിടെയൊക്കെ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയി എത്തി അവിടെയൊക്കെ അതിനേക്കാൾ വലിയ മരങ്ങൾ ഉണ്ടാവുകയെന്നും അത് എത്ര കാലം അങ്ങനെ നിലനിൽക്കുമെന്നും അറിയില്ല. ഫസ്റ്റ് ഞാൻ പറഞ്ഞാൽ ദേവ ട്രെയിനിങ് ക്യാമ്പിനെ കുറിച്ച് നമ്മളിങ്ങനെ എൻ്റെ ഓർമ്മയിൽ നമ്മൾ ആ ഫസ്റ്റ് ദേവ ട്രെയിനിങ് ക്യാമ്പിൽ നിന്നാണ് ഫാസ്റ്റിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം RECയിലുണ്ട് ആക്ടിവിറ്റീസ്, പിന്നീട് നമ്മളെ കാലത്തുണ്ടായിരുന്ന ആ ഒരു MSMും കാര്യങ്ങളുണ്ട്. ഒരു നല്ല പീരീഡിനെ കുറിച്ച് ഇങ്ങനെ അയവർക്കായിരുന്നു. അസ്സലാമു അലൈക്കും. അതിൽ പിന്നെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ MSM അന്ന് മർക്കസ് ദാവ ബിൽഡിങ്ങിൽ വെച്ച് നടത്തിയൊരു നല്ലൊരു ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പുണ്ട്. ഉമർ ഷരീഫ് ആയിരുന്നു അതിൻ്റെ കൺവീനർ, എഞ്ചിനീയർ ഉമർ ഷരീഫ്, തൃശ്ശൂർ JC-യിലെ അന്നേരം അതാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ അത് ഒരു നമ്മൾ ഇന്ന് പറയുകയാണെങ്കിൽ ഒരു ഇപ്പം നമ്മൾ അധികം ഈ കണക്ഷൻസ് കിട്ടാൻ വേണ്ടി പൊതുവെ പ്രൊഫഷണൽ രംഗത്തും ഇങ്ങനെ എപ്പോഴും പറയല്ലോ, ഈ കണക്റ്റഡ് ആക്കാൻ വേണ്ടിയുള്ള നെറ്റ്വർക്കിംഗ് എന്നുള്ളതിനെ കുറിച്ച് പറയല്ലോ. യഥാർത്ഥത്തിൽ അത് ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് എന്നുള്ളതിലേറെ അതൊരു നെറ്റ്വർക്കിംഗ് ക്യാമ്പായിരുന്നു എന്നിരിക്കുക. അതിലാണ് ഇപ്പോൾ ഞാൻ അന്ന് പിന്നെ ഷഹീറിനെ പരിചയപ്പെട്ടത്, ഷഹദാദ്, റഫീഖ്, എല്ലാവരും, മമ്മൂട്ടി, അതെ ജലീലുണ്ടായിരുന്നു, തൃശ്ശൂർ JC-യിൽ ജലീലുണ്ടായിരുന്നു, അതുപോലെ അഡ്വക്കേറ്റ് മൊയ്നുദ്ദീൻ ഉണ്ടായിരുന്നതിന് അന്ന് ലോ കോളേജിലുണ്ടായിരുന്ന, അങ്ങനെ പല പല മേഖലകളിൽ പിന്നെ എക്സ്പേർട്ടുകളായി പോയ ആളുകളിൽപ്പെട്ട അങ്ങനെയുള്ള ഇപ്പോൾ ഉമർ ഷരീഫിനെ പോലുള്ളവർ, അതുപോലെ പിന്നെ അന്ന് TKM പഠിച്ചിരുന്ന കാമിൽ, ഇപ്പം നമ്മളുടെ ഈ ജിയോ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു CEO ഒക്കെ ആയിട്ടുള്ള ആ ഒരു ബിസിനസ് രംഗത്ത് എറണാകുളത്തുള്ള, അപ്പം അങ്ങനെയുള്ള കുറേ ആളുകളെ ആസിഫ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, അന്ന് ക്യാമ്പിലുണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല അന്ന്. പക്ഷേ അത് നല്ലൊരു അന്ന് ഷൗക്കത്ത് സാറൊരു സെഷൻ ഉണ്ടായിരുന്നു അതിൽ. ഷൗക്കത്ത് സാർ ഇപ്പം നമ്മൾ വിട പറഞ്ഞ് പോയല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ഓർത്തത് പിന്നെ ഈ ഷൗക്കത്ത് സാറ് ആ ഒരു ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചും അന്നാണ് യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ അടുത്ത് നമ്മൾ പ്രോഫ്കോണിൻ്റെ ഇതിലോ മറ്റോ ആ ഒരു അന്നത്തെ സാറ് സെഷനെ കുറിച്ച് എവിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ ഈ അക്രഡിറ്റേഷൻ എന്നുള്ള വേർഡ് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് നേർക്ക് അത് 98-ലാണ് പരിപാടി. 98 ജൂലൈയിലാണ് എൻ്റെ ഓർമ്മ ശരി, 98 ജൂണിലോ ജൂലൈയിലാണ് ആ പ്രോഗ്രാം ഉള്ളത്. ഞാൻ ഫറൂഖ് കോളേജിൽ അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 2 മാസം BSc ഫിസിക്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ക്യാമ്പ് വന്നത്. അപ്പോൾ ഫറൂഖ് കോളേജിൽ സലാഹുദ്ദീനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സലാഹുദ്ദീൻ അത്തോളി, സലാഹുദ്ദീൻ അവരൊക്കെ എല്ലാവരും അന്ന് ഡിഗ്രിയുടെ തിരക്കിലാണ്. അതുപോലെ അസ്ഹർ അബ്ദുള്ള നമ്മളെ അവിടെ ഫിസിക്സിലുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് വെച്ചാൽ 3 ആളുകളെ പറഞ്ഞേക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നമ്മൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്നാണല്ലോ, അപ്പോൾ ഫ്രീ ആണ്, അപ്പോൾ എന്തായാലും എഞ്ചിനീയറിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു.
അപ്പോൾ അത് ഒരു കൺഫേം ആവാൻ കുറച്ച് ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് അതിൽ എന്ത് ചെയ്ത് ജോയിൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് അവിടെ അതിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ആ നിനക്ക് നല്ലൊരു കണക്ഷൻസും ബന്ധങ്ങളൊക്കെ അതിൽ കിട്ടി. അതാണ് ഈ പറഞ്ഞ അക്രഡിറ്റേഷൻ എന്നുള്ള പദം ആ 98 ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇതൊക്കെ നടക്കുന്നതാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ വെറുതെ പറയാണോ എന്ന് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കേൾക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു കാര്യം നിനക്ക് അന്ന് എന്ത് ചെയ്ത്. അപ്പം അത്രയും വലിയൊരു വിഷണറി ആയിരുന്നു എനിക്ക് യഥാർത്ഥത്തിൽ എനിക്ക് ഈ ഷൗക്കത്ത് അലി സാറിന് എനിക്ക്. അപ്പോൾ ഈ ബന്ധങ്ങൾ തന്നെയാണ് സത്യത്തിൽ, ബന്ധങ്ങളിലൂടെ തന്നെയാണ് തുടക്കത്തിൽ ഇത് വളർന്നിട്ടുള്ളത്. അത് ഇപ്പം ഫവാസ് പറഞ്ഞപ്പം അന്നത്തെ നമുക്ക് ശരിക്കും എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം നമ്മൾ പിറകോട്ട് ആലോചിക്കുമ്പം ചില കാര്യങ്ങൾ ഭയങ്കര, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ടെക്നോളജിയുടെ വ്യത്യാസം നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വ്യത്യാസങ്ങളുണ്ട്. അതായത് എനിക്ക് അന്ന് എറണാകുളത്ത് വരുമ്പം അബ്ദുറഹ്മാൻ ഡോക്ടർ അബ്ദുറഹ്മാൻ ഡോക്ടർ മരണപ്പെട്ടുപോയല്ലോ, നമ്മളെ അരീക്കോട് അബ്ദുറഹ്മാൻ ഡോക്ടർ ക്ലാസ് ഉണ്ടായിരുന്നു അന്ന്. ശരിക്കും ഞാൻ കണ്ടിട്ടുള്ള ഒരുമാതിരി വളരെ ഉയർന്നൊരു ടെക്നോളജി ആയിരുന്നു, ഒരു OHP ഇത് വെച്ചിട്ട്. അപ്പം അത് നമ്മളെ സത്യത്തിൽ അത് നമ്മളെ പ്രസൻറ്റേഷനിൽ പോലും അന്ന് OHP വന്നു തുടങ്ങിയില്ല. മൂപ്പരെ പ്രസൻറ്റേഷന് അബ്ദുറഹ്മാൻ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷന് OHP ഷീറ്റൊക്കെ വെച്ചിട്ട് അത് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം അന്ന് പറയുന്നുണ്ട്, ഞാൻ രാവിലെ വരുമ്പോൾ സ്ലൈഡ് വെച്ചപ്പം വൈഫിനോട് മാറ്റി വെച്ചു പോയി, ഈ സ്ലൈഡിൻ്റെ കൂടെ എൻ്റെ കുറച്ചൊരു എന്തോ ഹൈപ്പർ ടെൻഷനെ പറ്റിയിട്ടോ ഞാനുള്ള കുറച്ച് മെഡിക്കൽ ടോക്കിൻ്റെ സ്ലൈഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് മാറ്റി വെച്ചു. അപ്പം അതിനോട് പറഞ്ഞത് എന്താ വെച്ചാൽ, അതായത് ഞാൻ ഇതും ചെയ്യുന്നുണ്ട്, എനിക്കെന്താ വെച്ചാൽ അക്കാദമിക് സാധനമുണ്ട്. അബ്ദുറഹ്മാൻ ഡോക്ടർ നല്ലൊരു അക്കാദമിഷ്യനായിരുന്നു. ശരിക്കും എനിക്കൊന്ന് ഇവിടെ ക്രിട്ടിക്കൽ കെയർ എസ്റ്റാബ്ലിഷ് ചെയ്തത് അബ്ദുറഹ്മാൻ ഡോക്ടറാണ്. ശരിക്കും ഇവിടെ ക്രിട്ടിക്കൽ കെയർ എനിക്കൊന്ന് ഇവിടെ ആസ്ട്രലൊക്കെ തന്നെ ക്രിട്ടിക്കൽ എസ്റ്റാബ്ലിഷ്, പാലിയേറ്റീവ് കെയറിലും ക്രിട്ടിക്കൽ കെയറിലും രണ്ടിലും വളരെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നല്ലൊരു വിഷണറി ആയിട്ടുള്ള ആളാണ് അബ്ദുറഹ്മാൻ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ അന്ന് പറയുന്നുണ്ട് ഇത് രണ്ടും, അതായത് ഞാൻ അതും ഇതും, അപ്പോൾ ഇതൊരു മിക്സ്. അപ്പോൾ അതേ പറഞ്ഞപ്പോൾ ക്ലാസ് ആയിട്ട് പറഞ്ഞല്ലെങ്കിലും അതൊരു നല്ലൊരു മെസ്സേജ് ആയിരുന്നു കേട്ടിട്ട്. അതായത് അതൊരു പോയിന്റ് അദ്ദേഹം അത് സൂചിപ്പിക്കാൻ തന്നെ പറഞ്ഞാണ്. അപ്പോൾ ഈ കാര്യമുണ്ട്, അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ആ സമയത്താണ് പറഞ്ഞത്. നമ്മളെല്ലാവരും ഉള്ളൊരു സമയമാണ് അത്. ഈ ഒരു പറഞ്ഞിട്ടുള്ള സമയം എറണാകുളം, എനിക്ക് തോന്നുന്നു ആ ഒരു അടുത്ത വർഷങ്ങൾ തന്നെയാണ് എറണാകുളം, അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ, അങ്ങനെയാണ് അന്ന് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. അല്ലേ, അബ്ദുറഹ്മാൻ ഡോക്ടറെ കുറിച്ച് പറഞ്ഞപ്പോഴേ അതിലൊരു പോയിന്റ് കൂടി ആഡ് ചെയ്യണം എനിക്ക് തോന്നി. നമ്മൾ ഗ്രീൻ വാലി പബ്ലിക് സ്കൂള് നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് പിന്നെ അബ്ദുറഹ്മാൻ ഡോക്ടർ ഒന്ന് കാണാൻ നിങ്ങളും കൂടെ ഉണ്ടായിരുന്ന ഒരു ഓർമ്മ, അന്ന് ഫ്ലാറ്റിൽ ഹൈലൈറ്റ് പോയത് കൂടി നമ്മൾ മീറ്റ് ചെയ്യാൻ പോയി. അപ്പം അന്ന് ഡോക്ടർ വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എഡ്യൂക്കേഷൻ രംഗത്തുള്ള US നിന്നുള്ള ജേണലുകൾ, അതായത് സ്കൂൾ എഡ്യൂക്കേഷനെ കുറിച്ചും ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള അതിൽ പിന്നെ എന്തൊക്കെയാ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത് അതിൻ്റെ ജേണൽ, അതിൻ്റെ ഏറ്റവും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ജേണൽസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ പ്രിന്റഡ് കോപ്പി സബ്സ്ക്രൈബ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഏറ്റവും പുതിയതായിട്ടുള്ള എഡ്യൂക്കേഷനുള്ള ബുക്സ്, അതാണ് എന്തുള്ളത് ഈ നമ്മളുടെ ഈ കോഫി ടേബിളിലുള്ളത്. അപ്പം അത് വായിക്കുകയും അത് ഈവൻ അവിടുത്തെ ടീച്ചേഴ്സിനെ കൊണ്ട് വായിപ്പിക്കുകയും ആ ടീച്ചേഴ്സിനെ കൊണ്ട് വീക്കിലി മറ്റു ടീച്ചേഴ്സിന് ആ ഒരു ജേണൽ പേപ്പറിൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് ഒരു പ്രസൻറ്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഡോക്ടർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ രംഗത്ത് ഒരു വളരെ വലിയ ഒരു എന്ത് ചെയ്തിട്ടുണ്ട് ആ നിലക്കുള്ള പിന്നെ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു അബ്ദുറഹ്മാൻ ഡോക്ടർ. മറ്റൊരു കാര്യം എനിക്ക് ഷഹല ഡോക്ടറെ പറ്റി ഓർമ്മ വരുന്നതേ, അന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെന്ന് എന്തൊക്കെ വിധത്തിൽ ഇങ്ങനെ സാധാരണ ആൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ആക്ച്വലി കാത്തിരിക്കുകയാണ്. നിങ്ങളന്ന് പിന്നെ ഡേ സ്കോളറാണെന്നുള്ളത് നമ്മൾ വളരെ വിഷമിപ്പിക്കണം. കാരണം ഹോസ്റ്റലിലാണ് അപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവിടെ മറ്റേ ബസ് ബ്ലോക്കിൻ്റെ അവിടെ ആവുമല്ലോ ഈ ബസ് ഇറങ്ങാം, അങ്ങനെ സംശയമില്ല. അങ്ങനെ ബസ് ഇറങ്ങി വരുമ്പോൾ അത് ഒരു ദിവസം കണ്ട് അപ്പോൾ തേടിയ ഒരു വലിയ കാൽക്കുറ്റീവ് ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അന്ന് കണ്ടപ്പോൾ അത് ഇപ്പോഴും ചെറിയൊരു ഓർമ്മ ഉണ്ട്. അന്ന് നിങ്ങളെ അപ്പം അങ്ങനെ പറയുന്നത് സ്ക്വാഡറാണ് നമ്മളങ്ങനെ ഒരു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടല്ലോ. നമ്മൾ ആ കുറച്ച് ആൾക്കാരില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സ്നേഹബന്ധവും ഒരു പിന്നെ എന്താ പറയുക ഒരു സംഘടനാ ബന്ധവും അന്നുള്ള നമുക്കുള്ളൊരു ആക്സസും പിന്നെ നമ്മളെ എന്താ പറയുക മുജാസിൻ്റെ അടുത്താണ് കണക്ഷൻസും അന്നൊരു പക്ഷേ അതിന് വളരെയധികം സഹായിച്ചു. ഇപ്പോൾ RCയിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മളെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് പിന്നെ RCയിൽ പോയിട്ടാന്ന് തോന്നുന്നു ഒരു പിന്നെ തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളെ മുന്നിലിരുത്തിക്കൊണ്ട് ഞാനിത് ഈ ക്യാമ്പസുകളിൽ തീവ്രവാദം പ്രചരിക്കുന്നു എന്നുള്ള ഒരു എതിരായിട്ട് അന്ന് കുറച്ച് 1-2 മിനിറ്റ് ഞാൻ സംസാരിച്ച ചെറിയ ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സർക്കിൾ ഇപ്പോൾ ക്യാമ്പസുകളിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു സർക്കിൾ നമ്മളുടേതായിട്ടുള്ളൊരു ഇഷ്ടപ്പെട്ട ആളുകളുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ
നമുക്ക് നമ്മളുടെ കുറേ കാര്യങ്ങൾക്ക് അഡ്രസ് ആവും. അതായത് ഇപ്പോൾ നമ്മളെ തിന്മകളിൽ നിന്നും പോകുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ മക്കളോടും പറയാനുള്ള ഒരു സംഗതി തന്നെയാണ്, നമ്മളുടെ ഒരു ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, പരസ്പരം ഷെയർ ചെയ്യുക, പരസ്പരം സ്നേഹിക്കുക. ആ സ്നേഹബന്ധം ഉണ്ട്, ആ സ്നേഹബന്ധം തീർച്ചയായിട്ടും ജീവിതാവസാനം വരെ കൊണ്ടുപോകാൻ കഴിയും. അതൊരു പക്ഷേ കണക്ഷൻസ് ഒന്നും ഉണ്ടാകണമെന്നില്ല, പക്ഷേ സ്റ്റിൽ നമ്മൾ പരസ്പരം അഡ്മയർ ചെയ്യുന്നുണ്ടാവും, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ക്യാമ്പസുകളിലുള്ള ആളുകളോട് പറയാനുള്ള ഇതാണ്, അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ ഫ്രീക്വൻസിയിലുള്ള ആളുകളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുകയും അവരെ കാത്തിരിക്കുകയും അവരൊരു നമ്മളുടെ വലയത്തിൽ നമ്മളെ സ്നേഹിക്കാൻ അവരൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാം. ജൂനിയേഴ്സ് ആകുമ്പോൾ അവർക്ക് ചില ആവശ്യങ്ങളുണ്ടാവും, അവരുടെ ചില ആ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അവരൊരു നമ്മളൊരു അസറ്റായി തീരുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ എനിക്ക് വേറെ സാധനം ഈ പറഞ്ഞ ഒരു ബന്ധം ഞാൻ വയ്ക്കുന്നത് പരസ്പരം കണ്ടിട്ടില്ലെങ്കിൽ തന്നെ എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നത് അന്നുള്ള ആളുകളൊക്കെ ഏകദേശം നല്ലൊരു ശതമാനവും ആ ബന്ധം അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഏറ്റക്കുറച്ചിൽ ഒരു ഫിസിക്കലി സ്ഥലങ്ങളൊക്കെ മാറി പല സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവരൊക്കെ തന്നെ ആ ഒരു ബന്ധം അത് ശരിക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്, ശരിക്കും അങ്ങനെ തന്നെ ഇതാക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു വ്യത്യാസം ഒരു ഫവാസിനോട് കൂടി കുറച്ച് എനിക്ക് പൊതുവെ തോന്നുന്നൊരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പം ഈ സോഷ്യൽ മീഡിയ എന്ന് വന്നു എനിക്ക് ചേർത്ത് ഞാൻ സാധാരണ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ എനിക്കൊരു സാധനം കേട്ടോ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം തന്നെ 4-5 വിഷയങ്ങൾ, അതായത് ചിലപ്പോൾ രാവിലെ ഒരു ഭയങ്കര ഒരു ടോപ്പിക് എന്തെങ്കിലും ഒരു സംഗതി എൻ്റെ ഒരു തലച്ചോറിൽ വെച്ചാൽ എനിക്ക് ഒരു സാധനം പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതൊരു 2-3 ദിവസം ഒരു സാധനം പ്രോസസ്സ് ചെയ്യണം. എന്നിട്ട് എനിക്കതൊന്ന് ആലോചിച്ച്, പക്ഷെ ഇത് നമ്മളിങ്ങനെ ഒരു ബൊമ്പാർട്ട്മെന്റ് പോലെയാണ്. ഒരു സാധനം ചിലപ്പോൾ അടുത്ത മണിക്കൂറിൽ എൻ്റയർലി പുതിയൊരു സാധനം, അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെ ഒരു സംഗതി. അപ്പോൾ ഞാൻ ആലോചിക്കും ഇപ്പോൾ കുട്ടികളൊക്കെ ഇവരൊക്കെ എങ്ങനെയാണ്, ഇവരൊക്കെ സീരിയസ് ആയി വല്ല സാധനം കേൾക്കുന്നുണ്ടോ, ഇനിയിപ്പോൾ നമ്മൾ വയസ്സായല്ലോ അതിൻ്റെ പ്രശ്നമാണോ, ഇനി ഇവരൊക്കെ സീരിയസ് ആയി അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ ഭയങ്കര സൂപ്പർഫിഷ്യലായിട്ട് മാത്രമാണോ ആൾക്കാർ സാധനങ്ങൾ കാണുന്നത്, ഇവർ സീരിയസ് ആയിരുന്നു. കാരണം എൻ്റെ ഒരു കപ്പാസിറ്റിയിൽ മെൻ്റൽ കപ്പാസിറ്റി എനിക്ക് സാധിക്കുന്നതല്ല. അരമണിക്കൂർ വേറൊരു സംഗതി, അതിനെക്കുറിച്ച് പറയുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും വേറൊരു സംഗതി, നമുക്കൊരു സമയമാണില്ല. അപ്പോൾ ഞാനിപ്പോഴും കുട്ടികളെ ഇതിൽ നമ്മളെ മക്കളൊക്കെ ഞാൻ ഇവർ എങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷെ അപ്പം എനിക്ക് വളരെ രസകരമായി തോന്നിയത് അവരിങ്ങനെയുള്ള പല സാധനങ്ങളെക്കുറിച്ചും ഒന്നും ബോധയുടെ അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നിയത് അതൊക്കെ തന്നെ നമ്മളൊരു 40+ ആൾക്കാരുടെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ അവരെനിക്കൊന്ന് തികച്ചും വേറെ തന്നെയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും രസം എന്താ വെച്ചാൽ നമ്മളൊരു ദിവസം നമ്മളെ കോളേജിൽ നിന്ന് ഒരു ദിവസം PGs നിൽക്കുമ്പോൾ വെറുതെ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ചോദിച്ചു, തമാശക്ക് എന്തോ ജനറൽ നോളജിൻ്റെ കാര്യം എൻ്റെ കൂടെയുള്ള ഫാക്കൽറ്റി പറഞ്ഞു, ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ വെറുതെ ചോദിക്കാൻ വേണ്ട, ഇതിലൊന്നും പേപ്പർ കാണുന്നിട്ടില്ല അറിയാം, എന്നാലും അപ്പോൾ ഒരു 5-6 ആൾ നിൽക്കുന്നുണ്ട്, ഒരാൾക്കും അറിയില്ല. അവസാനം ഒരാളിങ്ങനെ അത്യാവശ്യം അക്ഷരമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം ഗസ് നടത്തി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാച്ചാൽ അത് ഒരു 30 ഏജുള്ള ആൾക്കാരല്ലേ. അപ്പോൾ ആൾക്കാരെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു തലത്തിലേ ആയിരിക്കില്ല ഇപ്പോഴുള്ള ആളുകൾ, അവരുടെ ചിന്തയും സംഗതികളൊക്കെ തികച്ചും വേറെ തന്നെയായിരിക്കും തോന്നുന്നത്. അപ്പോൾ ഈ കോളേജിൽ വേറെ ഒരു സംഗതി ഇക്ബാൽ പറഞ്ഞപ്പോൾ എനിക്ക് ആഡ് ചെയ്യാൻ തോന്നിയത് വളരെ സജീവമായ ഒരു സമയമായിരുന്നത്. അത് നമ്മൾ മാത്രമല്ല എല്ലാവരും, അന്നിപ്പോൾ ഇപ്പോൾ മുസ്ലിം സംഘടനകളിൽ എല്ലാവരും വളരെ ആക്റ്റീവാണ്, എല്ലാത്തിനും കൂടി ഇതാക്കുന്ന MICC എന്ന കോൺബേൺ ബോഡി ഉണ്ട്, ക്രിസ്ത്യൻസിൻ്റെ അസോസിയേഷൻസ് ഉണ്ട്, മറ്റുള്ള സംഗതികളുണ്ട്, എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. എല്ലാവർക്കും അവരുടേതായ ആക്ടിവിറ്റീസ് ഉണ്ട് ഈ പറഞ്ഞ പോലെ. അതേസമയം പിന്നെ ആ ആക്ടിവിറ്റീസ് ഇപ്പോൾ അന്ന് മെഡിക്കൽ കോളേജിലെ എല്ലാ ഹോസ്റ്റലിലും നമ്മൾ ഒരുമിച്ച് നിസ്കരിക്കാറുണ്ടായിരുന്നു, ജമാഅത്തായിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു. അതേപോലെ പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് അജിത്ത്, നമ്മളെ ക്രിസ്ത്യൻ ഫ്രണ്ട്സൊക്കെ അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത്ര സജീവമായിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല ബന്ധങ്ങളും നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മളിങ്ങനെ ഒരു റിലീജിയസ് ഒക്കെ ആയിട്ട് നടന്നാൽ, ഒരു ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് നടന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രയറൊക്കെ ഓർഗനൈസ് ചെയ്താൽ, നീ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടാക്കിയാൽ, ഓർഗനൈസ്ഡ് ആയാൽ അത് ഭയങ്കര വർഗീയതയാണ്, അത് ഭയങ്കര അകൽച്ച ഉണ്ടാക്കുന്നതാണ്. ആക്ച്വലി ഇതൊക്കെ ഇല്ലാതെ ആയപ്പോഴാണ് അകൽച്ച ഉണ്ടായതെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇല്ലാതെ ആയപ്പോഴാണ് തിന്മകൾ വർദ്ധിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ വർഗീയമായി പോളറൈസ്ഡ് ആണ്. കാരണം നമ്മൾ സംസാരിക്കണില്ല, ബാക്കിയുള്ളവൻ എന്താ ചിന്തിക്കണമെന്ന് അങ്ങോട്ട് കൊണ്ട് നമ്മളെ നിസ്കാര റൂമിലേക്ക് ബാക്കി അജിത്ത് വരലുണ്ട്, അപ്പുറത്ത് രാജേഷ് വരലുണ്ട്, അവിടെ നമ്മൾ കുറേ നേരം സംസാരിക്കുന്നുണ്ട്, ഇവൻ എന്താ അവിടെ ചെയ്യണമെന്ന് ഇവർക്കറിയാം. ഇവൻ നമ്മുടെ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ അവർ കയറി വരുന്നുണ്ട്, നമ്മൾ തിരിച്ചും പോകുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വളരെ പോളറൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ശരിക്കും ഈ ആക്ടിവിറ്റീസുമായി നമ്മൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് എന്നാണ് തോന്നുന്നത്. അപ്പോഴാണ് ശരിക്കും കാരണം ഇത് വെറുതെ ഉള്ളൊരു പേടിയാണ്. കുറേ കൂടുകളും കമ്പാർട്ട്മെൻറ്റിലും ഉണ്ടാക്കി വെച്ചിട്ട് അവൻ എന്താണെന്ന് അറിയാതെ നമ്മൾ അസ്യൂം ചെയ്യാണ്. പിന്നെ ബാക്കിയുള്ള വേറെ ആരൊക്കെയോ
പറഞ്ഞു കേൾക്കുന്ന അജണ്ടകൾക്കനുസരിച്ചുമായി നമ്മുടെ സൈക്കിനെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ അതും ഒരു വലിയ ഡിഫറൻസ് ആയിരുന്നു അന്ന് കോളേജിലുണ്ടായിരുന്നത്. എല്ലാവരും തമ്മിൽ ഈ പറഞ്ഞ ആക്ടിവിറ്റീസൊക്കെ സ്ട്രോങ് ആയിരുന്നെങ്കിലും എല്ലാവരും തമ്മിലുള്ള ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ സുൽഫിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ തന്നെ സുൽഫി അന്ന് യൂണിയൻ്റെ പിന്നെ കാര്യപ്പെട്ട ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടുത്തെ പിന്നെ നമ്മുടെ ഇൻ്റർമെഡിക്കോസ് പിന്നെ അവരോറ് പുതിയ സ്റ്റേജൊക്കെ ഉണ്ടാക്കിയപ്പോൾ സുൽഫി എന്ന അതിൻ്റെ ഓർഗനൈസിങ് ചെയർമാൻ ഉണ്ട് ആ കമ്മിറ്റീൻ്റെ. അപ്പോൾ ആ നിലക്ക് പിന്നെ അവിടുത്തെ ബാക്കി ആക്ടിവിറ്റീസുമായും വളരെ സജീവമായി പിന്നെ ഇടകലർന്നുകൊണ്ട് അതേസമയം അവനവൻ്റെ ഐഡൻറ്റിറ്റിയും വ്യക്തിത്വമൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ MSMൻ്റെ സംസ്ഥാന പിന്നെ നേതൃത്വത്തിലുണ്ടാവുകയും ചെയ്യുന്ന ഒരു പിക്ചറാണ് നമ്മളൊക്കെ അന്ന് കണ്ടിരുന്നത്. ആ നിലക്കാണ് നമ്മളൊക്കെ അന്ന് വളർന്നത്. ഇൻഡിവിജ്വലി ചിലപ്പോൾ നമ്മളൊക്കെ എല്ലാ സംഘടനയിലും അങ്ങനെ ആക്റ്റീവായിരിക്കുന്നത്, അപ്പോൾ ഓരോരുത്തരെയും കഴിവും ഇൻ്റലിജൻസും ഒക്കെ അനുസരിച്ചിരിക്കാം. പക്ഷേ ജനറലി സംസാരിക്കുമ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു നമ്മളൊരു നാനാത്വത്തിൽ ഏകത്വമെന്നോ വസുദൈവ കുടുംബകം എന്നൊക്കെ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹർഷഭാരത സംസ്കാരത്തിലൊക്കെ നന്നായി സംസാരിക്കുന്ന പറയുന്ന ശരിക്കും നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്തിരുന്ന ഒരു ആശയമാണ്. പിന്നെ മൗലാന അബ്ദുൽ കലാം ആസാദൊക്കെ പറഞ്ഞ പോലെ ഞാനൊരു ഇന്ത്യക്കാരനാണ് മുസ്ലിമാണെന്ന് പറഞ്ഞതുപോലെയുള്ളൊരു സാഹചര്യത്തിൽ നിന്നും നമ്മൾ മാറി വന്നത് ഇത്തരം ആക്ടിവിറ്റീസൊക്കെ നമ്മൾ തന്നെയും ഒരു കോംപ്ലക്സോടുകൂടി മാറിപ്പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിലെ റഫീഖ് പറഞ്ഞാൽ എനിക്കൊരു ആഡ് ചെയ്യാനുള്ളൊരു കാര്യം തോന്നിയത്, പിന്നെ ഇപ്പോൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന ആ സമയത്ത് നമ്മൾ CRE കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അതുപോലെ QHLC 2 രീതിയിലായിട്ടാണ് ഇവിടെ ഇങ്ങനെ ക്ലാസ് പിന്നെ ഖുർആൻ ക്ലാസ്സുകളൊക്കെ നടന്നിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ക്രിറ്റിസിസം വന്നു. ഇതൊരു പിന്നെ ഒരു വർഗീയമായിട്ടുള്ള എന്താണ് ഒരു ശാഖ പോലുള്ള കാര്യമൊക്കെ നടത്തുന്ന പോലെയുള്ള വലിയൊരു എന്താണ് അങ്ങനത്തെ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് പറഞ്ഞ ആളെ നേരെ എന്ത് ചെയ്തു, ജലീൽ ഐഡൻറ്റിഫൈ ചെയ്ത് ഇത് ഇന്ന ആളാണ് പറയുന്നത്. വലിയൊരു പാർട്ടിയുടെ ഒരു ആളാണ്, കേരളത്തിലൊരു ഭരണപക്ഷ പാർട്ടിയുടെ ഇന്ന് ആ ഒരു ജില്ലാ സെക്രട്ടറി ലെവലിലുള്ള ഒരാളാണ്. അപ്പോൾ ഇവന് നേരെ പോയിട്ട് എന്ത് ചെയ്തു, ആൾ കണ്ടു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ദിവസം 1 മണിക്കൂർ ക്ലാസ്സിൽ എന്ത് ചെയ്ത് ഇരുന്നതിന് ശേഷം എന്ത് ചെയ്തില്ല, പിന്നെ ഒന്നും എന്ത് ചെയ്തില്ല, അതിനെക്കുറിച്ച് എന്ത് ചെയ്തില്ല. അപ്പോൾ 1 മണിക്കൂർ ക്ലാസ്സിലിരുന്നു. അതുപോലെ മറ്റൊരു ഇൻസ്റ്റൻസിൽ കേരളത്തിലെ ഇതുപോലെ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്തു, ഒന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്തു, ക്ഷണിച്ചിട്ട് എന്ത് ചെയ്തു, കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ സംഘടനയുടെ ഇന്നൊരു സ്റ്റേറ്റ് ഭാരവായിട്ടുള്ള അവിടുത്തെ ഒരു വിദ്യാർത്ഥി അവിടെ വന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ക്ലാസ്സിൽ 1 മണിക്കൂർ ഇരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അത് അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ്, ഒരു പുറത്തു നോക്കി കാണുമ്പോൾ നമ്മളൊരു ഓപ്പൺ ടു ഓൾ ആണ് എന്നുള്ള അതൊരു എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു ക്യാമ്പസിലൊക്കെ. അതായത് നമ്മൾ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ട് ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ളൊരു കാര്യമാണ്, അങ്ങനെയല്ല. ഏതൊരു പ്രോഗ്രാമും ക്യാമ്പസിലുള്ളതാണ്. ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ ആണ്, അത് ട്രാൻസ്പെറൻ്റ് ആണ്. കാരണം നമുക്കിതിൽ എന്താ വെച്ചാൽ ഒരു പടച്ചവൻ്റെ സന്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രചാരണം എന്നല്ലാതെ അതിനപ്പുറത്ത് ഇതിലൊരു പ്രത്യേകമായിട്ടുള്ളൊരു വേർതിരിവോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സങ്കുചിതമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊന്നുമില്ല. ഇറ്റ് ഈസ് വെരി ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ ആ നിലക്കുള്ള ഒരു ട്രാൻസ്പെറൻസി നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങളൊക്കെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കത് കീപ്പ് ചെയ്യാനും എന്നാൽ നമ്മൾ പല വിഷയങ്ങളും അങ്ങോട്ട് ഇടപെടുകയും ഇപ്പം കഴിഞ്ഞ ദിവസം അതിൽ ഒരാളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് എനിക്ക് എന്തോ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ മെസ്സേജ് അയച്ചു. ഞാൻ മോളവിടെ തൃശ്ശൂർ ചേർത്താൻ പോയ സമയത്ത് തൃശ്ശൂർ ജില്ലയുടെ സെക്രട്ടറിയാണ് ഒരു പാർട്ടിയുടെ. അപ്പം എന്നോട് എന്താവശ്യങ്ങളും വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് ഒക്കെ ചെയ്ത്. അപ്പോൾ ആ ഒരു നിലക്കുള്ള ട്രാൻസ്പെറൻസി ഭയങ്കര ക്യാമ്പസിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ തോന്നിയിട്ട്. നമുക്ക് പിന്നെ വൈൻഡ് ചെയ്യാനുള്ള സമയമാണെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇത് വൈൻഡ് ചെയ്യുമ്പോൾ 2-3 മെസ്സേജ്, എനിക്ക് തോന്നിയ 2-3 മെസ്സേജ് ഞാൻ പറയുകയാണ്. ഒന്ന്, നമ്മൾ ക്യാമ്പസുകളിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒരു നന്മയിട്ടാൽ അല്ലെങ്കിൽ ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് വലുതായി അതിൻ്റെ ഫലങ്ങൾ ഈ ലോകാവസാനം വരെ നിലനിൽക്കും എന്നുള്ള ഒരു മെസ്സേജ് ഈ എന്താ പറയുക പ്രൊഫഷണൽ സമൂഹത്തോടും ഈ വിദ്യാർത്ഥി സമൂഹത്തോടും ഞങ്ങൾ നൽകുകയാണ്. രണ്ടാമത്തത്, പിന്നെ പരസ്പരം സ്നേഹിക്കാനും അറിയാനും ഉള്ള ഒരു കൂട്ടായ്മ എന്തായാലും നമ്മളെ തിന്മയിൽ നിന്നും അകറ്റി നിർത്തുന്നതിനും അതുപോലെ നമ്മളുടെ ഭാവി ജീവിതത്തിൽ നമ്മളെ കൂടെ കൊണ്ടുപോകുന്നതിനുമായുള്ള ഒരു ബന്ധങ്ങൾ നമുക്ക് ഈ ക്യാമ്പസുകളിലൂടെ സൃഷ്ടിക്കാൻ കഴിയും. മൂന്നാമതായി പറയുന്നത്, നമ്മൾ പിന്നെ ഒതുങ്ങിക്കൂടാതെ തീർച്ചയായിട്ടും പിന്നെ നമ്മളുടെ സുഹൃത്തുക്കളോട് ഒരുപക്ഷെ 18 വയസ്സ് മുതലുള്ള കുട്ടികൾ ഉണ്ടാവും ക്യാമ്പസുകളിൽ. അപ്പോൾ ആ ക്യാമ്പസുകളിൽ നമ്മളെ സുഹൃത്തുക്കളോട് അകന്നു നിൽക്കാതെ തെറ്റിദ്ധാരണകൾ തിരുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള നമ്മളുടെ ഈ പോളറൈസേഷൻ ഒരു പരിധിവരെ സഹായിക്കാൻ കഴിയും. കാരണം അപ്പോൾ നമ്മൾ അത്ര പിന്നെ പോളറൈസ്ഡ് അല്ല. 18 വയസ്സിൽ ആ സമയത്ത് നമ്മളെ ഫ്രണ്ട്സ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരും, നമ്മൾ അങ്ങോട്ടും പോകും. അപ്പോൾ നമ്മൾക്ക് അത്ര കൺജഷൻ ഇല്ല. നേരെ വെച്ച് പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞു, പിന്നെ നമ്മൾ വേറെ ലെവലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പോളറൈസ്ഡ് ആയി. അപ്പോൾ ആ പോളറൈസ്ഡ് ആകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ സമൂഹത്തിനിടയിലുള്ള കുറേ പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാകും എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്.
എനിക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് മമ്മൂട്ടിനോടൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഒരു നല്ല മെസ്സേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ അതായത് നമ്മളിപ്പോൾ ആദ്യകാല ഇസ്ലാമിക സമൂഹത്തിൽ പിന്നെ ഒരേ സമയം ഇസ്ലാമികമായ പിന്നെ പണ്ഡിതന്മാരാവുകയും അതേസമയം അവരുടേതായ ഇപ്പോൾ സയൻസിൻ്റെയും മെഡിസിൻ്റെയും ഒക്കെ പല മേഖലകളിലുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മളിങ്ങനെ ആദരപൂർവ്വം ഇപ്പോൾ ഓർക്കാറുണ്ട്. അപ്പോൾ ആ ലെവലിലൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ ആ നിലയ്ക്ക് ഒരേ സമയം ഇപ്പോൾ ഒരു ഓർത്തോപെഡിക്സിൻ്റെ ഫീൽഡിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് റോബോട്ടിക് സർജറി. അപ്പോൾ ആ റോബോട്ടിക് സർജറി പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പോന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. അതിൽ വളരെ എക്സ്പെർട്ടൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബാക്കിയുള്ളവരെ കൂടി ട്രെയിൻ ചെയ്യുന്ന ലെവലിലുള്ള ഒരാളാണ് മമ്മൂട്ടി. അതിലിപ്പോൾ ബാക്കിയുള്ള ആളുകളുടെയൊക്കെ അവസ്ഥ ഏകദേശം അത് തന്നെയാണ്. പിന്നെ ഇക്ബാലായിരുന്നാലും ഷഹദാദായിരുന്നാലും ഒക്കെ അവരുടെ ഷഹദാദൊക്കെ നാഷണൽ ഫാക്കൽറ്റിയാണ്. പിന്നെ PMRലെ ഏത് വർക്ക്ഷോപ്പിലും നാഷണൽ ഫാക്കൽറ്റിയാണ്. ഇക്ബാൽ ഇഫ്താലിൻ്റെ ഫീൽഡിൽ അങ്ങനെയാണ്. പിന്നെ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പിന്നെ അങ്ങനെ പിന്നെ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിൽ ഇസ്ലാമികമായ പഠനങ്ങളും സംസാരങ്ങളും ഖുറാനും ഒക്കെയായി ബന്ധപ്പെടുമ്പോഴും ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്ത് എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്നും അത് നമ്മുടെ ഒരു വിദ്യാർത്ഥി ജീവിതം മുതലുള്ള ആ ഒരു യാത്രയും ഒരു വൈകിയ വേളയിലാണെങ്കിൽ പോലും അതൊരു സംക്ഷിപ്തമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഒരുപാട് മെസ്സേജസ് അതിന് കിട്ടുന്നു. അതൊന്നുകൂടി ബ്രീഫാക്കിയാലേ മമ്മൂട്ടി എനിക്ക് തോന്നുന്നത് ഇപ്പം പഠനം ഉണ്ടെങ്കിലും ബാക്കി ആർക്കും പൊതുവെ സാധിക്കാത്ത കാര്യമാണ് നല്ല ക്ലാസിക്കൽ അറബിക് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ സ്വന്തം വായിച്ച് പഠിക്കാനുള്ള ഒരു നിലവിൽ എത്താനുള്ളത്. ആളുകൾ ചെറിയ ക്ലാസ് അറ്റൻഡ് ചെയ്യും, കേൾക്കുന്നല്ലാതെ. പക്ഷേ ഞാൻ മനസ്സിലാക്കും മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെയുള്ള ക്ലാസിക്കൽ ടെക്സ്റ്റ് ബുക്ക് വരെ വായിക്കാനും അതിൽ നിന്ന് കാര്യം മനസ്സിലാക്കാനൊക്കെ ഉള്ള ലെവലിൽ ഇതിന് ശേഷമാണ്, അതായത് ഇതൊക്കെ കഴിഞ്ഞ ഒരു പ്രൊഫഷണലിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസ് ചെയ്ത തിരക്കുള്ളൊരു സമയത്താണ് എത്തിയിട്ടുള്ളത്. അതെങ്ങനെയാണ് അത് സാധിച്ചതെന്നാണ് അതിലൊരു ക്രക്സ് ഈ ചോദ്യത്തിൻ്റെ. ഇതിന് നമ്മൾ എന്താ വെച്ചാൽ ഇത് നമ്മളൊരു ഈ ദാവ ഫീൽഡിൽ നമ്മൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഖുതുബ പറയാൻ തുടങ്ങുക, അല്ലെങ്കിൽ നമ്മൾ ആളുകളായിട്ട് സംസാരിക്കുക, പിന്നെ ഈ വിഷയങ്ങളൊക്കെ പഠിക്കുക, അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ അത് നമ്മൾ ആവശ്യമായിട്ട് മാറും. സാധാരണ എപ്പോഴും ആൾക്കാർ ഇപ്പോൾ എന്നെ കാണിക്കാനൊക്കെ വരുമ്പോൾ ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്ക് എന്താ എത്ര നേരം, നിങ്ങൾക്ക് എങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ തിരക്ക് ഈ നേരമുള്ളവർക്ക് സത്യത്തിൽ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇപ്പോൾ സമയം 24 മണിക്കൂറാണ്. പക്ഷെ നമുക്ക് ഉള്ള സമയത്തിൽ ഒന്നാമത് മനസ്സിലാക്കുന്നത് അത് ദീനാണ്, ഇത് അള്ളാഹുവിൻ്റെ മതമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്തിൽ വിശാലതയൊക്കെ തരുന്ന പടച്ചോനെ നമുക്കൊരു പ്രത്യേക ബർക്കത്ത് തരും എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് ഇത് നമ്മളെ നീഡായിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി മാറും. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു 3 മണിക്കൂർ സിനിമക്ക് പോകാം, ഞാൻ പറഞ്ഞ വേറെ എന്തെങ്കിലും ഒരു പാർക്കിൽ പോയി കുറച്ച് നേരം വൈകുന്നേരം റിലാക്സ് ചെയ്തിരിക്കുക. അപ്പോൾ അതിനേക്കാൾ നമ്മൾ സന്തോഷവും നമ്മൾ ആനന്ദവും കണ്ടെത്തുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഏതെങ്കിലും ഒരു ആയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് നമ്മൾ ഉണ്ടാക്കണം, അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നത് വായിക്കണം, പഠിക്കണം, ഇന്ന ആളെ പോയി കാണണം. അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് അതായിരിക്കും നമ്മളെ പ്രയോറിറ്റി. അതിൽ കിട്ടുന്ന സന്തോഷം നമ്മൾ ഈ പറയുന്ന ഈ ആളുകൾ സിനിമ കാണുമ്പോഴും അല്ലെങ്കിൽ പാർക്കിൽ പോയി ഇരിക്കുമ്പോഴും വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് നമ്മൾ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ നമുക്ക് എന്ത് ചെയ്യും, സന്തോഷം. അപ്പോൾ നമ്മളിത് കൺവിൻസ്ഡ് ആയിട്ട് ഈ ഫീൽഡിൽ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആക്റ്റീവായിട്ട് ദഅവാ ഫീൽഡിൽ ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ റിക്വയർമെൻറ്റ്സ് കൂടും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിന് സമയം കൊടുക്കേണ്ടി വരും. അതിന് നമ്മൾ മടി കാണിക്കാതിരുന്നാൽ മാത്രം ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കേണ്ടി വരും നമ്മൾ പഠിക്കാൻ. ഇപ്പോൾ നമ്മൾ അന്ന് ചെയ്ത് നമ്മൾ കുറച്ച് ആളുകൾ ഒന്നിച്ച് ഇതേപോലെ എന്ത് ചെയ്തു, ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം. എല്ലാ ആഴ്ചയും 3 മണിക്കൂർ രാവിലെ അതിൽ ഖുർആൻ ഉണ്ടാവും, അറബി ഉണ്ടാവും, ഹദീസ് ഉണ്ടാവും. നമ്മൾ ഒരാളെ വെച്ച് ഉസ്താദിനെ വെച്ച് പഠിക്കാൻ തീരുമാനിച്ചു. പിന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫീൽഡിൽ ആക്റ്റീവായിട്ട് നിൽക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ റിക്വയർമെൻറ്റ്സ് വരും. അപ്പോൾ നമ്മൾ കൂടുതലതിനനുസരിച്ച് മുന്നോട്ട് പോകും. സ്വാഭാവികമായും ചില പരിക്കുകൾ നമുക്ക് സ്വാഭാവികമായിട്ട് വരും. എല്ലാം കൂടി എല്ലാവർക്കും ബാലൻസ് ചെയ്തൊന്നും എല്ലാവർക്കും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെതായ നമ്മളിപ്പോൾ ഉദ്ദേശിച്ചാൽ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റിയൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണം. ഒരു കാര്യം മാത്രമല്ലോ. പണ്ടാണെങ്കിൽ നമുക്ക് എന്തൊരു കാര്യം ചെയ്യാതെ അതിൻ്റെ പിന്നാലെ ബസ് കയറി പോയി അവിടെ പോയി കണ്ടെത്തി വേറെ ഒന്നും നടക്കൂല. ഇന്നങ്ങനല്ല. ഇന്ന് നമുക്കിപ്പോൾ ജോലി ചെയ്യണതിനിടെ നമുക്ക് അവിടെ വീട്ടിൽ വിളിച്ച് ചോദിക്കുക, കുട്ടികൾ പഠിച്ചോ, പരീക്ഷ എന്താക്കി. നമുക്കെല്ലാം നമ്മളെല്ലായിടത്തും എത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ
അതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ രൂപത്തിൽ ഒന്നിലധികം വർക്കുകളൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റിയ രൂപത്തിൽ മൾട്ടി ടാസ്കിങ് പോസിബിൾ ആണ് എന്നതൊക്കെ ഇത് കുറച്ചും കൂടി ഈസിയാണ് സത്യത്തിൽ. അപ്പോൾ പഠിക്കുക എന്നുള്ളതും കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ മുമ്പത്തേനേക്കാളൊക്കെ ഏറെ ഈസിയാണ്. കുറച്ചൊരു അറബി പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹദീസ് സാധനങ്ങളൊക്കെ നമുക്ക് ആപ്പുകളുണ്ട്. ഇപ്പം ഞാൻ ഒരു ഖുർആൻ്റെ ഒക്കെ റിസർച്ച് ആവുന്ന അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ശിഷ്യനായ ഇമാം മുജാഹിദ് മുതൽ ഇന്നിപ്പോൾ ലോകത്ത് ഏറ്റവും റീസെൻ്റായിട്ട് ഇറങ്ങിയ തഫ്സീർ വരെ ഒരൊറ്റ ആപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരായത്തിന് അടിച്ചു കൊടുത്താൽ ഏത് തഫ്സീറാന്ന് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. ആ തഫ്സീറിൽ ആയത്തിന് കൊടുത്ത അർത്ഥം എന്താണ്, ആശയം എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമുക്കൊരു പണ്ഡിതൻ്റെ അടുത്ത് പോകണ്ട, ഒരാളെടുത്തും പോകണ്ട, അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ ചോദിച്ചാൽ അത്രയും എന്താണ് അപ്ഡേറ്റഡ് ആണ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് നമ്മൾ എഫർട്ട് എടുക്കുകയാണെങ്കിൽ വളരെ വലിയ ഇഫക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന് അള്ളാഹിൻ്റെ തൗഫീഖ് എന്തായാലും ഈ വിഷയത്തിൽ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഒരു മൈൻഡ് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയൊരു ഡിസ്കഷൻ അത് നമ്മൾ 1996 ഞാൻ PUC 92 കാലഘട്ടം മുതൽ 96 കാലഘട്ടം എൻ്റെ 2002 കാലഘട്ടം വരെയുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ചെറിയൊരു ഡിസ്കഷൻ നടന്നത്. ആ സമയത്ത് ഉള്ള കറസ്പോണ്ടിങ് എഞ്ചിനീയറിംഗിൽ തൃശ്ശൂർ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആൾക്കാരാണ് ഫവാസ്കി, അതേപോലെ എന്നൊരു ജലീൽ ഫവാസ്, അവരാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ക്യാമ്പസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എത്ര തന്നെ ഇത് ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് പോയാലും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവങ്ങളും വികാരങ്ങളും, അത് സ്നേഹമാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും ദുഃഖമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അസൂയാണെങ്കിലും, ഇതൊക്കെ ആദം നബി മുതൽ ലോകം അവസാനിക്കോളം വരെ ഒരു മാറ്റം ഉണ്ടാവില്ല. ടെക്നോളജി മാത്രമേ മാറുള്ളൂ. മനുഷ്യന് അടിസ്ഥാനപരമായ ഒരു മാറ്റമില്ലാതെ ലോകാവസാനം വരെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ വികാരങ്ങളോടും വിചാരങ്ങളോടുമാണ് അള്ളാഹു സംവദിക്കുന്നത്, പ്രവാചകന്മാർ സംവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതൊരിക്കലും എന്ത് ചെയ്യൂല, അത് ഒരു ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് ഇന്നത്തെ പ്രബോധന സംഭവം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ടെക്നോളജിയൊക്കെ അഡ്വാൻസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതൽ ഒരാളുടെ ആശയം ഒന്നിലധികം ആളുകളിലേക്ക് പെട്ടെന്ന് റീച്ച് എത്തുന്നു. അതുകൊണ്ട് യുക്തിവാദമൊക്കെ പണ്ടത്തെക്കാൾ സ്ട്രോങ് ആയിട്ടുണ്ടോ ചോദിക്കും. എനിക്ക് തോന്നുന്നു ആ 70, 80 കാലഘട്ടത്തിലൊക്കെ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന അത്രയും തോന്നിയാസങ്ങളും യുക്തിവാദമൊന്നും ഇന്ന് ക്യാമ്പസിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ എന്നുണ്ട് കുറച്ചും കൂടി കൂടുതലായിട്ട്. അതെന്താ വെച്ചാൽ ആ റീച്ച് ഉള്ളത് കൊണ്ട് മാത്രമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ഡിസ്കഷൻ ഒരു ഭാവി തലമുറക്ക് ഉപകാരപ്രദമാകട്ടെ എന്നും അതിലൂടെ കൂടുതൽ നന്മകൾ ലോകാവസാനം വരെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.